കാസർഗോഡ് ചെറുവത്തൂർ ഒരു 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ നടപടിക്ക് കുറേ പേര് വിധേയമാക്കി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കുട്ടി പ്രകൃതി വിരുദ്ധ നടപടിക്ക് വിധേയമാകുകയാണ്. കുട്ടിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. മൈനറായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് വരുന്നതെന്നറിയില്ല. അതിലേക്ക് പലരും പണം അയക്കുന്നുണ്ട്. കുട്ടിയുടെ അമ്മ ഇത് കണ്ടിട്ട് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വാർത്തകൾ ഓരോന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ ആൺകുട്ടിയെ പലരും പ്രകൃതി വിരുദ്ധ നടപടിക്ക് വിനിയോഗിക്കുന്നു. അതൊരു പ്രത്യേക ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ആരാണ് ഈ കുട്ടിയെ കണ്ട് ചെയ്യിക്കുന്നതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഒരു ഡേറ്റിംഗ് ആപ്പ്, സാധാരണഗതിയിലെ ഡേറ്റിംഗ് ആപ്പൊക്കെ സ്ത്രീകളെ ഉപയോഗിച്ചാണ് പലരും ചെയ്യുന്നത്. പക്ഷേ ഈ 16 വയസ്സുകാരനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചോ ആരോ അയാളെ വിറ്റുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അയാൾക്കും കുറേ പണം വരും, അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. 16 വയസ്സുകാരൻ ഒരിക്കലും ഇന്ത്യയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല, മൈനറാണ്. പിന്നെ എങ്ങനെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് ആ പയ്യൻ്റെ പേരിലേക്ക് ഉണ്ടാക്കിയത്, ആര്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുന്നുണ്ട്. ഏകദേശം 10-16 പേരെ കണ്ടെത്തി കഴിഞ്ഞു ഈ കുട്ടിയെ മിസ്യൂസ് ചെയ്ത്. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ നടപടിക്ക് കുട്ടി വിധേയമായി. ചൈൽഡ് ലൈൻ അതോറിറ്റിക്കാർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇപ്പം അതിന് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ തുടക്കത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് DYSP കാഞ്ഞങ്ങാട് അന്വേഷിക്കുന്നത്. ഈ കുട്ടിയുടെ കൈവശം വരുന്ന ഈ മൊബൈൽ ഫോണ് ആരാണ് ഈ കുട്ടിയുടെ പേരിൽ, ഈ മൈനർ കുട്ടിയുടെ പേരിൽ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തത്, ആളെ കണ്ടെത്തണം. അയാളാണിത് മോണിറ്റർ ചെയ്യുന്നത്. കുട്ടിക്ക് വരുന്ന കോൾ അനുസരിച്ച് കുട്ടിയെ എവിടെ വേണേലും എത്തിക്കും. അത് കോഴിക്കോടും കണ്ണൂരും എറണാകുളത്തുമാണ് ഇപ്പോൾ ഈ കുട്ടിയെ പ്രകൃതിവിരുദ്ധ നടപടിക്ക് യൂസ് ചെയ്തവർ. ഏകദേശം 16 പേരെയോളം DYSP സംഘവും ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 14 കേസുകൾ പ്രകൃതിവിരുദ്ധ നടപടിക്ക് അൺനാച്ചുറൽ ഒഫൻസസ് 377 IPC അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DYSP ആണ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം 4-5 സർക്കിൾ ഇൻസ്പെക്ടർമാരും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സഹായിക്കാനുണ്ട്. കോഴിക്കോട് കസ്ബയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പയ്യന്നൂരുണ്ട്, കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ആൺകുട്ടിയെ കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായി ആരൊക്കെയോ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടിയെ അതിന് വിധേയമാകുമ്പം കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വരും. ആരാണ് ഈ ഡേറ്റിംഗ് ആപ്പ് സംഘടിപ്പിച്ചത്, ആരാണത് സൃഷ്ടിച്ചത്, ആരാണ് ഈ കുട്ടിയെ അതിന് യൂസ് ചെയ്യുന്നത്? ഇത് വളരെയധികം മാനസികമായ പ്രയാസങ്ങൾ ആ അമ്മയ്ക്കുണ്ടായി. കുട്ടിയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് പൈസ വരുന്നത്? കുട്ടിക്കൊരു ബാങ്കിൽ പോയി എങ്ങനെയാണ് 18 വയസ്സ് തികയാത്തൊരു കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്? അപ്പോൾ ആരോ ഒരു ക്രിമിനൽ ഇതിൻ്റെ പുറകിലുണ്ട്. അയാളായിരിക്കണം ഈ കുട്ടിയുടെ പേരിൽ, പ്രായപൂർത്തിയായ കുട്ടിയുടെ പേരിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിൽ അതിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. പണം വന്നതനുസരിച്ച് എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ ഈ കുട്ടിയെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? കുട്ടി തന്നെയാണോ പോകുന്നത്? കാരണം 14 വയസ്സിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അതുകൊണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിവേകമില്ല, അതിന് ബുദ്ധി ഉദിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. പ്രകൃതി വിരുദ്ധ നടപടി 377 ഇന്ത്യൻ പീനൽ കോഡിൽ, പക്ഷേ BNS അതിന് പകരമുള്ള സെക്ഷൻ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ പുതിയ സെക്ഷൻ ഇപ്പം വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ BNS പുതിയ സെക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ കേസ് എടുക്കുക എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. IPC 377 അത് ലൈഫ് ഇംപ്രിസ്മെൻറ്റും പ്രകൃതി വിരുദ്ധ നടപടിക്ക് ഒരു കുട്ടിയോ, ആൺകുട്ടിയോ പെൺകുട്ടിയോ മൈനറായ കുട്ടിയോ ആരുപയോഗിച്ചാലും ശരി, അതിന് ലൈഫ് ഇംപ്രിസ്മെൻറ്റോ അല്ലെങ്കിൽ 10 വർഷം വരെയോ തടവ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുതിയ BNS വന്നപ്പം, ന്യായസംഹിത വന്നപ്പോൾ
അതിനകത്ത് ഇത് വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 377 പകരമുള്ള സെക്ഷൻ BNS കാണുന്നില്ല. അതൊരു ഡിഫക്റ്റാണ്. ഡൽഹി ഹൈക്കോടതി ഇതേപ്പറ്റി ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് ആയിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഒമിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞത്? അത് BNS പ്രിപ്പയർ ചെയ്യുന്നവരുടെ കൈവശത്തുണ്ടായ പാകപ്പിഴയാണോ? ഇതൊരു ഒഫൻസ് അല്ലേ അവരുടെ മുമ്പിൽ? മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഈ 16 പേരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 10 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, 16 പേരോളം പ്രതികളായിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരിൽ എങ്ങനെയാണ് കുറ്റച്ചാർജ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് അതിലേക്ക് കോൾ വന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ പ്രതിയായേ പറ്റുള്ളൂ. ഇതിനകത്ത് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫുട്ബോൾ പരിശീലകരും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒളിയിലുള്ള യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. അയാളും ഈ കുട്ടിയെ മിസ്യൂസ് ചെയ്തതായിട്ടാണ് മനസ്സിലാകുന്നത്. കോഴിക്കോട് കസ്ബ, പയ്യന്നൂർ, കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷൻ, ചന്ദര പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പല സ്ഥലത്തും ഇപ്പം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അത് 5 സബ് ഇൻസ്പെക്ടർമാർക്ക് അന്വേഷണത്തിനായി നിയോഗിച്ചു ഈ കേസുകളിൽ. അതോടൊപ്പം തന്നെ അത് സൂപ്പർവൈസ് ചെയ്യുന്ന DYSP കാഞ്ഞങ്ങാടാണ്. ഇത്തരം പ്രാകൃതമായ നടപടികൾക്ക് കുട്ടികൾ വിധേയമാകുന്നു കേരളത്തിൽ. അതൊരു പ്രൊഫഷണൽ ലൈനിലേക്ക് ആരോ കുട്ടിയെ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനൊരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാകാൻ കാരണം. ഏതായാലും ഈ ആളെ കണ്ടെത്തണം. കാരണം ഇയാൾ എത്ര കുട്ടികളെ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തണം. കാരണം ഇയാൾ ഒരു ക്രിമിനലാണല്ലോ. അത് സെക്ഷുവലായിട്ടുള്ള കുട്ടികളെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. എങ്ങനെയാണ് ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? അതിന് വഴിപ്പെടുന്ന കൊള്ളാവുന്ന ആൾക്കാർ പലരും വഴിപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു AEO, അയാളും കുട്ടികളെ പഠിപ്പിക്കാനും ഉള്ള ഒരു സാറന്മാരുടെ ശൃംഖലയിലുള്ള ആൾ, അയാളും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അയാളൊക്കെ ഗുരുഭൂതനായിട്ട് മാത്രമേ കുട്ടികൾ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ അയാളുടെ സ്വന്തം സെക്ഷുവലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ഇയാളെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടുകയും അതുപോലെ തന്നെ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അവരുടെ പേരിൽ മറ്റ് നടപടികളും എടുക്കേണ്ടിയിരിക്കുന്നു. 377 എന്നുള്ള IPC സെക്ഷന് പകരം BNS സെക്ഷൻ കാണുന്നില്ല. അത് എന്ത് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം കുട്ടിയെ മിസ്യൂസ് ചെയ്തതിന് ഒരു പ്രകൃതി വിരുദ്ധ നടപടിക്ക് പോയതിനാണ് IPCയിലെ 377 നേരത്തെ ഉണ്ടായിരുന്നത്. പുതിയ BNSൽ അതില്ല എങ്കിൽ ഏത് സെക്ഷൻ വെക്കും എന്ന് മനസ്സിലാകുന്നില്ല. പ്രതികളെല്ലാം തീർച്ചയായിട്ടും പെട്ടെന്ന് ജാമ്യം കിട്ടിയിട്ട് ആ കേസ് കുറ്റച്ചാർജ് ഹാജരാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഡൽഹി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് നേരത്തെ തന്നെ വന്നിരിക്കുന്നു. അതിന് ഏത് സെക്ഷൻ പകരം ഉപയോഗിക്കണം എന്ന് ഡൽഹി ഹൈക്കോടതിക്ക് അതിലൊരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതൊരു മേജറായിട്ടുള്ള തെറ്റാണ് BNSൽ വന്നത് എന്ന് കരുതാൻ ഒക്കുള്ളൂ. അതെങ്ങനെ ഒമിറ്റ് ചെയ്തു, ആ ഒഫൻസ് എവിടെയാണ് കൊള്ളിച്ചിരിക്കുന്നത്, ഏത് വകുപ്പിലാണ് കൊള്ളിച്ചിരിക്കുന്നതെന്നും ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും ഇവിടെ 377 പഴയ IPC അനുസരിച്ചുള്ള കുറ്റം ചെയ്തതായിട്ട് വെളിവായി അതിന് കേസെടുക്കുകയും അതിന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറ്റച്ചാർജ് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം ഇനി വരുന്നുണ്ട് പിന്നാലെ. അത് നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കേസിനകത്ത് ഉൾപ്പെട്ടവർക്കെല്ലാം പെട്ടെന്ന് ജാമ്യം കിട്ടി അവർ ഇതിൽ നിന്ന് മോചിതരായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്.